ഫോർട്ട് കൊച്ചിയുടെ ദൃശ്യമനോഹാരിതയ്ക്ക് പുറമെ ആസ്വാദനത്തിന്റെ പുതിയ കലാസൃഷ്ടിയുമായി കൈനില കളക്റ്റീവ് ലൈഫ് കലാകൂട്ടായ്മ 16 കലാകാരന്മാരുടെ വിസ്മയപ്പെടുത്തുന്ന കലാസൃഷ്ടികളാണ് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിന് സമീപമുള്ള ഡേവിഡ് ഹാളിനടുത്ത് ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 16 തുടങ്ങിയ എക്സിബിഷൻ 22 സമാപിക്കും. പ്രദർശന ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറുനോട്ടം എന്ന ലേബലിൽ കൈനില കളക്റ്റീവ് ലൈഫ് 2024 എന്ന കലാകൂട്ടായ്മ ഒരുക്കിയ മനം കവരുന്ന ചിത്രങ്ങളിലേക്കും ശില്പങ്ങളിലേക്കും ഒന്ന് നോട്ടമറിയാതെയും കലാഭംഗിയെക്കുറിച്ച് മറുചൊല്ലു ചൊരിയാതെയും നമുക്ക് തിരികെ പോവാനാവില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കെ.എസ്. ശെൽവരാജ്, പി.ജെ. ശിവദാസൻ, പി.കെ. ജോഷി എന്നീ ശില്പികളും പി.ജി. ജയശ്രീ, ടി.ജി. റൂബി, ഷാലിമ ഷാജി എന്നീ വനിതാ ചിത്രകാരികളും ഷൈൻ നാരായണൻ, കെ.വി. അനിൽ, ടി.കെ. അനിൽ, ഡോക്ടർ അജയ് ശേഖർ, ബിജുകുമാർ, എം.ആർ. ബിജു, എം.എസ്. രാജേഷ്, കെ.സി. ശിവദാസൻ, സനിൽ ആന്റണി, സുനിൽ റോക്കി തുടങ്ങിയ ചിത്രകാരന്മാരും അടങ്ങുന്ന 16 അംഗ കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് നമ്മെ കാഴ്ചയിലൂടെ വിസ്മയപ്പെടുത്തുന്നത്. പൊതുവായൊരു ധാരണയുണ്ട്, യഥാർത്ഥമായി പ്രകൃതിയെ അല്ലെങ്കിൽ സമൂഹത്തെ ആവിഷ്കരിക്കുന്നതാണ് യഥാർത്ഥ കല എന്നൊരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല കല. നമ്മളുടെ മനസ്സിൻ്റെ അന്തർമുഖം സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. ട്രിഗറിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ് യഥാർത്ഥ കല ജനിക്കുന്നത്. അത് രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും പല വ്യത്യാസങ്ങളും ഉണ്ടാവാം. മറ്റൊരു തലത്തിലേക്ക് ഈ വർണ്ണങ്ങളെയും നമ്മളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരയ്ക്കുമ്പോഴാണ് ആർട്ട് മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നത്. പ്രവേശന കവാടത്തിൽ തന്നെ വരവേൽക്കുന്ന തകര കഷ്ണങ്ങളും ഇരുമ്പ് കമ്പികൾ കൊണ്ടും തീർത്തിട്ടുള്ള കാക്ക എന്ന ശില്പത്തിനെ കുറിച്ച് ശില്പിയായ ശെൽവരാജിന്റെ വിവരണത്തിൽ ഈ കലാസൃഷ്ടി മുഖേന പ്രേക്ഷകരോടുള്ള ആശയ സംവാദവും രചനയിലെ സാമൂഹ്യ പ്രതിബദ്ധതയും നിറഞ്ഞു നിന്നു. ഓമനിച്ചു കൂട്ടിലിട്ട് വളർത്താൻ മനുഷ്യന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാർനിറമുള്ള കാക്കയുടെ സവിശേഷതകളും പ്രകൃതിയുടെ തനതു സ്വഭാവം നിലനിർത്താനുള്ള പക്ഷിയുടെ കഴിവും ഓർമ്മപ്പെടുത്തുന്നതാണ് ശില്പം. വളർത്താറില്ല ഒന്ന്. അത് മാത്രമല്ല, കാക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് പരിസ്ഥിതിയെ നന്നായിട്ട് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, പക്ഷേ കറുത്തതായതുകൊണ്ടാണ് കൂട്ടിലിട്ട് നമ്മൾ വളർത്താറുള്ളത്. പക്ഷേ ഇതിൻ്റെ അടിയിലൊരു കൂടുണ്ട്, താഴെ ഒരു കൂടുണ്ട്. ഈ കൂട്ടിൽ നമ്മൾ നിറമുള്ള പക്ഷികളെ വളർത്തുകയാണ് പതിവ്. ഇതുങ്ങൾക്ക് ഒരിക്കലും പുറത്തേക്ക് പറന്നു പോകാൻ കഴിയില്ല. കണക്ക് അങ്ങനെയല്ല. കാക്ക നമ്മുടെ അടുത്ത് വരും, എല്ലായിടത്തും സ്വതന്ത്രമായിട്ട് പറന്നു പോകുന്ന ഒരു കറുത്ത കാക്ക. ഇതാണ് കാക്കയെ ചെയ്യാനുള്ളൊരു കാര്യം. ആധുനിക ചിത്രരചനയിലെ കലാമൂല്യവും പ്രേക്ഷക സംവേദനക്ഷമതയും സംബന്ധിച്ച് ചിത്രകാരനായ ഷൈൻ നാരായണന് ഏറെ പറയാനുണ്ടായിരുന്നു. പ്രദർശനത്തിൽ ഭാഗഭാക്കായ 3 ചിത്രകാരികളെക്കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും ശില്പിയായ പി.ജെ. ശിവദാസൻ വിശദീകരിച്ചു. ഈ കൈനിലയുടെ 2ാം എഡിഷനിൽ 16 കലാകാരന്മാരാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 3 ശില്പികൾ 3 മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നത്. ഒരാൾ മെറ്റലിൽ, ഒരാൾ വുഡിൽ, ഒരാൾ കരിങ്കല്ലിൽ. ഇതിൽ 3 മീഡിയത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഉൾപ്പെടുത്തുന്നത്. കൂടാതെ ഈ 13 ചിത്രകാരിൽ 3 വനിതകൾ ഉൾപ്പെടുന്നത്. റൂബിയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രകാരിയാണ് റൂബി ടി.ജി. പിന്നീട് ഷാലിമ ഷാജി പ്രാവശ്യം വന്നിരിക്കുന്നത് വുഡിൽ നായയുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഷോയിൽ ഉറുമ്പുകളെയാണ് ഷാലിമ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്. ക്യാൻവാസിന് പകരം വുഡാണ്. ഒട്ടേറെ വിദേശികൾ സൃഷ്ടികൾ കാണാനും വിലയ്ക്ക് വാങ്ങാനുമായി ഇവിടെ എത്തുന്നുണ്ട്. ജനുവരി 16 തുടങ്ങിയ എക്സിബിഷൻ 22 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതും വമ്പിച്ച വിലക്കുറവിൽ. ഇനി വിവിധ ഷോപ്പുകളിൽ കയറി സമയം കളയണ്ട. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്ട്സുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്.